ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലോട്ട് സുസ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, കുറച്ച് വേരിയസ് ആയ ടോപ്പിക്കിലൂടെ കടന്നും പാഞ്ഞൊക്കെ പോകാം. ബൈ ദ വൈ, അപ് ടു ദിസ് വീക്ക് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിന് ഈ പോഡ്കാസ്റ്റ് എത്തുമ്പോൾ ഒരു ഹറിബറിയായ ബിസിയായ ഒരു ഡേസ് ആയിരുന്നു. ഒന്നും കയ്യിൽ കൺട്രോളബിൾ അല്ലാത്ത, ഔട്ട് ഓഫ് കൺട്രോൾ എന്നല്ല, പക്ഷേ ഭയങ്കര ബിസി ആയിരുന്നു. വല്ലാണ്ട് തിങ്ക് ചെയ്യാനോ ഒന്നിനും വല്ലാണ്ട് സമയങ്ങളൊന്നും കിട്ടാത്തതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് കണ്ടൻറ്റ് ഷാർപ്പൺ അല്ലെങ്കിൽ ഇന്ന കണ്ടൻറ്റ് വെച്ച് പറയാം എന്നുള്ള കാര്യത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഡൈവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പല ടോപ്പിക്കുകൾ വരും, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആകും തോന്നുന്നു. എനിവേ, നമുക്ക് ലൂതറിലോട്ട് മടങ്ങാം. ലുച്ച് ഡെവലപ്പ് ചെയ്യുന്നു, ലൂതർ പറയുന്നു, അല്ലെ അങ്ങനെ ഓപ്പോസിറ്റ്. എനിവേ, ലൂതർ ടെൽസ് us the whole story. ബൈ ദ ബൈ, ആശാൻ പാൽപ്പേരാണ്. ആശാൻ ഒരു മനുഷ്യനല്ലാത്ത ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എത്ര കാലം ആ ബോണ്ട് പോകുന്നോ ഒന്നും അയാൾക്ക് കൃത്യമല്ല. ആശാൻ്റെ പേരാണ് ടിക്കു. അതും ലൂതറിൻ്റെ വകയുള്ള നെയിമിങ് ആണ്, മേ ബി അങ്ങനെ പറയാം. നൂൽക്കെട്ടൊക്കെ കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ആശാൻ്റെ വകയുള്ളതാണ്. ആശാൻ എന്താ പറയുക, ഒരുപാട് ടിക്കുവിനെ കുറിച്ച് പറയുമ്പോൾ ടിക്കു ഒരു സംഭവമാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ഡോഗ്. കോമൺ ആണ്, സിമ്പിളാണ് ആശാൻ. എന്തോ ഐ ഡോണ്ട് നോ വാട്ട് ഹീ ഫീൽ വെൻ ഐ ഫസ്റ്റ് മീറ്റ് ഒന്നും അറിയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ വന്നു. എനിക്ക് അങ്ങനെ പെറ്റ്സിനാണെങ്കിലും ഒന്നിനാണെങ്കിലും അത്രയും കംഫർട്ടബിൾ അല്ല എന്നല്ല, പക്ഷെ വളർത്തുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ സാഹചര്യത്താൽ ലൂതറിൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കല്യാണം കൊച്ചിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മൾ ടിക്കുവിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ടിക്കു വന്നു മൂന്നത്തോട്ട് നോക്കി തുറക്കുന്നു. എനിക്കാണ് അറിയണമെന്നില്ല. പിന്നെ ടിക്കു വേക്ക് നടക്കുന്നു. പിന്നെ ടിക്കുവിനെ എടുത്തു. അങ്ങനെ പെറ്റ്സിന് ഒന്നും ഞാൻ എടുക്കാൻ പറ്റാം, ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷേ ഞാൻ കംഫർട്ടബിൾ വിത്ത് ഹിം. അയാൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. നമ്മളെ ലൂതറിന് കുറച്ചും കൂടി ആക്സസിബിൾ ആയ സ്ഥലമാണ്. ആളെ കോളേജിൻ്റെ ബാക്കിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അയാൾ കുറച്ചും കൂടി ആക്സസിബിൾ ആണ്, കംഫർട്ടബിൾ ആണ്. അപ്പോൾ ടിക്കുവിന് ഇടയ്ക്കിടയ്ക്ക് കാണും. ചിലത് ടിക്കുമില്ലാത്തപ്പം അവിടെ ഇല്ലാത്ത വിഷമാവും. പിന്നെ മനുഷ്യനല്ലല്ലോ, അതുകൊണ്ട് തന്നെ ചിലതൊക്കെ പേടിച്ചാൽ അത് വല്ലാണ്ട് ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കും. ആണ് മനുഷ്യൻ പോലെയെന്ന് പറയാം. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് മുന്നിൽ ഏതായാലും നമ്മൾ ചാടി കയറി ഡിസിഷൻസ് ഒന്നും എടുക്കരുതെന്നാണ് പേഴ്സണലി ഫോർ മൈ റെക്കമെൻഡ്സ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ലോക എൻഡിങ് ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ സ്റ്റോറി എൻഡ് ആയിട്ടില്ലല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് സിനാരിയോ അല്ലെങ്കിൽ എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി സാഹചര്യം അനുസരിച്ച് പെരുമാറുക. അപ്പം കുറച്ചും കൂടി ഒരു നല്ലതായി കിട്ടും. അല്ലെങ്കിൽ റിഗ്രറ്റിലോട്ട് പോകുമെന്ന് അറിഞ്ഞില്ലല്ലോ, ബട്ട് ചിലപ്പം റിഗ്രറ്റ് പോലെ സാധ്യത നമുക്ക് ഓർക്കാൻ കഴിയും. എനിവേ, ബാക്ക് ടു ടിക്കു. അതാണ് ടിക്കുവിൻ്റെ അവസ്ഥ. പിന്നെ ടിക്കുവിന് ഫാൻസ് ആരുണ്ടോ ഇല്ലെന്നറിയില്ല, പക്ഷേ രസമാണ്. അതുപോലെ ടിക്കുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആൾക്കാരാണ് ടിക്കുവിൻ്റെ 4 സുഹൃത്തുക്കൾ, 4 ചേട്ടന്മാർ, അനിയന്മാർ, ബ്രദേഴ്സ്. പട്ടിക്കുട്ടികളാണല്ലോ, ഒന്ന് പറയാൻ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 4 പേരും, പിന്നെ ടിക്കുവിൻ്റെ അമ്മയും. അച്ഛനെതിരെ കണ്ടിട്ടില്ല. എന്തിനാണ് ഈ പട്ടിക്കഥ എന്ന് ചോദിക്കുന്നവരോട് ഇറ്റ് ഇസ് നോട്ട് കോമൺ സ്റ്റോറി എന്നല്ല. ചിന്ന അമ്മച്ച് ഇതൊക്കെ വന്നോ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് ഷെയർ ചെയ്യാൻ ഇവിടെയും എന്തോ ഫെയർഫുള്ളായി തോന്നി. അതുകൊണ്ടാണ് ടിക്കുവിൻ്റെ കഥ പറഞ്ഞത്. അവർ ടിക്കുവിൻ്റെ അമ്മ വരുമ്പം 5 ആൾക്കാരും ഒരുമിച്ച് കൊണ്ട് നടക്കുന്നതും, അല്ലെ 5 പേരോട് അമ്മയോടുള്ള സ്നേഹം. ഇറ്റ്സ് എ നോട്ട് എ ന്യൂ തിങ്. ഒരു പരിശ്രമം ചെയ്യാറില്ല എന്നല്ല, പക്ഷേ രസമുണ്ട്. ബിക്കോസ് ലൂതർ ഈസ് നോട്ട് ഫ്രം ദെയർ പാരൻസിൻ്റെ അടുത്തുനിന്ന് ടു ഫാർ അവയാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോഴും സ്മരിക്കാറുണ്ട്, ഓർക്കാറുണ്ട് അവരൊക്കെ, അതുപോലെ അവർ ചെയ്യുന്ന കെയറിങ് ഒക്കെ. ഇതും ഒരു തരത്തിലൊക്കെ ഭക്ഷണം കൊണ്ടേ കൊടുക്കും. അമ്മ അവിടെ ഇവിടുന്ന് ആപ്പിൾ എന്തെങ്കിലും കിട്ടിയാൽ അത് കൊണ്ടേ കൊടുത്ത് 4 ഷെയർ ചെയ്യും. ഇഫ് ഷി വാസ്, അതൊരു ഹ്യൂമൺ അല്ലെങ്കിലും അതിനൊരു ഹ്യൂമാനിറ്റി ഉണ്ട് വേണമെങ്കിൽ പറയാം. കാരണം അതും സ്വന്തം മക്കൾക്കും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുന്ന പോലെ ഐ ഡോണ്ട് നോ എവറി ടൈം അങ്ങനെയാണോ എന്നുള്ളത്. പിന്നെ നമ്മൾ മനുഷ്യന്മാരെ പോലെ ഓവർ കെയറിങ് ഒന്നുമല്ല. മറ്റൊരു മൊമെൻറ്റിൽ അവരെ സ്ട്രഗിൾ ചെയ്യാൻ പഠിപ്പിക്കും.
സ്ട്രഗിൾ ചെയ്യാനല്ല, സ്ട്രഗിളിൽ നിന്ന് രക്ഷപ്പെടാനും കുറേ മിഷൻസൊക്കെ ലൈഫിൽ തുടങ്ങും. അല്ലാതെ ഒരു ഇന്നത് കോഴ്സ് പഠിക്കൂ അല്ലെങ്കിൽ ഇന്നത് പഠിച്ചെടുത്തിട്ട് അപ്പോഴേ നിങ്ങൾ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ എന്നൊന്നും പറയാറില്ല. ഈ ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളൊരു കഴിവ് അത് വേണം. അപ്പം അതൊക്കെയാണ് ഉള്ള ടിക്കുവിൻ്റെ കഥകൾ. പിന്നെ പറയുമ്പം പുതിയ പരിസരങ്ങൾ, പുതിയ ആൾക്കാരുകൾ, പുതിയ സ്പേസ് ഫോർ ലൂതർ. ഓഫ് കോഴ്സ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ റൈറ്റ് ഏത് റോങ് ഏത് എന്നൊന്നും ആൾക്ക് പലതരത്തും സംശയമുണ്ട്. കാരണം പുതിയ സിനാറിയോ ആയതുകൊണ്ട്, പുതിയ സ്ഥലത്തും ആയതുകൊണ്ട് ചില പഴയ റൈറ്റുകളൊന്നും ഇവിടെ റൈറ്റ് ആവാത്തതും അങ്ങനെ പലതും. എനിവേ ഹി വാസ് ഹാപ്പി വിത്ത് ഹിം അറ്റോൾ. പോഡ്കാസ്റ്റൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് ആൾ. നടക്കുന്നുണ്ടെന്നാൽ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് രാത്രി 12 മണിക്ക് ശേഷം അല്ല, എപ്പോഴും എടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ റൂമിൽ അടിച്ചിട്ടിട്ടല്ല, ഇത് പാതിരാത്രി റോട്ടിലൂടെ നടന്നു പോകേണ്ടിരുന്ന കഥ പറയാം. ആൾക്കാർ കാണുമല്ലോ വട്ടാണോ ചോദിച്ചാൽ അത് ഞാൻ ചിന്തിക്കാറില്ല. ബിക്കോസ് മാഡ്നസ്സിലാണ് പോഡ്കാസ്റ്റുകൾ ഉദിച്ചു വരിക. അതേപോലെ തന്നെ ന്യൂ സ്പേസ് ആയതുകൊണ്ട് തന്നെ ആൾ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലെ അഡ്വാൻറ്റേജ് അല്ലേ, ഭയങ്കര ഹാപ്പിയർ അല്ലേ, എല്ലാവരും ഒരേ വൈബില്ലോല് ഒരേ ഏജില്ലോല് എന്നൊക്കെ പറയുമ്പോഴും യെസ്, ഇറ്റ്സ് എ വൈബാണ്. അഫ്കോഴ്സ് ഒരേ ഏജിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പം ഓൾമോസ്റ്റ് ഒരേ ട്രെൻഡ് അറിയുന്ന, ഒരു കോമഡി അറിയുന്ന, അറിയാം പലതും സിമിലാരിറ്റി ഉള്ളത്, ഒരു പരിധി വരെ കംഫർട്ടബിൾ ആണ് ഒരു ഒരു ടീനേജർ, പ്രത്യേകിച്ച് ടീനേജർ എന്ന നിലക്ക് നോക്കുമ്പോൾ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടിക്കോൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലത്തെ പാരൻറ്റിങ്, അത് എപ്പോഴും ബാക്കിൽ നിന്ന് സ്പൂൺ ഫീഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ സംടൈംസ് ദാറ്റ്സ് ഓൾസോ മിസ്സിങ്. യു നോ, ഐ ഡോണ്ട് നോ, ബട്ട് അങ്ങനെയുണ്ട്. അപ്പം അതൊക്കെയാണ് അടുത്തത് പറയുമ്പം. പിന്നെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ റൂംമേറ്റ്, ഐ ഡോണ്ട് നോ ഹൗ വാസ് ഹി. ആരും ഒച്ചടിക്ക് കൊണ്ടിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാറില്ല. പക്ഷെ ഇവഞ്ച്വലി ഇറ്റ് ഹാസ് ഓൾസോ സം ടൈം ടു നോ അബൌട്ട് ദാറ്റ്. പിന്നെ പറയുമ്പോൾ എന്താ പറയുക, വളരെ രസകരമാണ്. ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ട്, വൈകിട്ട് കളി, രാവിലെ കോളേജ്, ലൈക്ക് ദാറ്റ്. പിന്നെ പൊതുവേ പറയുന്നതാണ് ഞങ്ങളെ ബിടെക്കാരെ കുറിച്ച്, ഞങ്ങൾ കല്ലെറിഞ്ഞ ബിടെക്കാരാണ്, ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയുന്നില്ല, ബിടെക് ചെയ്ത പോലെ എല്ലാവരും ബിടെക്കാരല്ല, അങ്ങനെയാണ്. പക്ഷേ എൻജിനീയേഴ്സ് പണിയില്ലോലെ തന്നെ അധികം. ഇഫ് യു ആർ ഹാപ്പി വിത്ത് ദം ആൻഡ് വർക്ക് വിത്ത് ദം, ദെൻ യു ആർ നോട്ട് സഫറിങ്. അത് എനിക്ക് പഠിക്കാൻ കഴിയില്ലേ എന്നൊന്നും പറഞ്ഞില്ല. പഠിക്കാൻ കഴിയുമോ എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷെ ലിസൺ ചെയ്യാനുള്ളൊരു കഴിവ് അതെല്ലാവർക്കും വേണ്ടേ. ഇപ്പോൾ ഒരു കാര്യം നീ തറവ് ആക്കിയിട്ടില്ലെങ്കിലും ഇന്നതാണെന്ന് പറയാനുള്ളൊരു മിനിമം ഓഫ് സാധനം ഉണ്ടായാൽ ഫോർ മൈ കോൺസെപ്റ്റ് അത് മതി. ശരിയാണ്, ബുക്കിലെ പരീക്ഷകളിലൊന്നും അങ്ങനെയല്ല. അതൊന്നോ ഫോർ മൈ കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നന്മയിലോട്ടും തിന്മയിലോട്ടും പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോളേജ് അല്ലെങ്കിൽ ഹോസ്റ്റല്, അങ്ങനെയൊന്നും പറയുന്നില്ല. അന്നും ഇന്നും എല്ലാ വർഷവും നിങ്ങൾക്കൊരു ട്രസ്റ്റിൻ്റെ ഒരു മെഷർമെൻറ്റ് കീപ്പ് ചെയ്യുക. നിങ്ങൾ ആരൊക്കെ ട്രസ്റ്റ് ചെയ്യും, ആരൊക്കെ ട്രസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ എത്രത്തോളം അളവിൽ ട്രസ്റ്റ് ചെയ്യും, അതൊക്കെ അപ് ടു യു. അല്ലാതെ കാണുന്ന എല്ലാവരും ബ്ലൈൻഡ്ലി വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ആരും വിശ്വസിക്കരുതെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇഫ് യു ഹാവ് സം ട്രാജഡിക്കൽ പാസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിയണതും പറയാതിരിക്കാമെന്ന് നോക്കാൻ പറ്റുള്ളൂ. കാരണം സിമ്പതി എമ്പതി അത് ശരിയാണ്, നമുക്കൊരു കംഫർട്ടായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കിട്ടും. ഇങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ പോയൊരു പേഴ്സൺ ആണല്ലോ, അല്ല ഇത്രയും ടെൻഷനിലൂടെ പോയൊരു പേഴ്സൺ ആണല്ലോ എന്ന് കിട്ടിയേക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് അത് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ബിക്കോസ് പാസ് ആർ പാസ്. അതിൽ നിങ്ങളേ ഉള്ളൂ. ഈ പുതിയ വന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഇങ്ങനെ പൊസിഷൻ മാറണം അല്ലെങ്കിൽ സ്ഥലം മാറുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പാസ്റ്റാണ്. അതൊന്നും ആരും വരാൻ പോകാനൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ വരുന്ന ആദ്യത്തെ ക്യാരക്ടേഴ്സ് ആരെയും വീണ്ടും വരുന്നുണ്ടെങ്കിലും അതും ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് എ പാസ്റ്റ് നിരാശാന്തി. അതും പുതിയൊരു ക്യാരക്ടറായിട്ട് തന്നെ കാണുക, അവരതേപോലെ സംസാരിക്കുക. പിന്നെന്തുവാ, പൊതുവെ കണ്ടന്റ് ജാമാണ്. ഇപ്പോൾ കണ്ടന്റ് വെച്ചിട്ടല്ലല്ലോ, ഫ്രീ ടു ടോക്കിംഗ് ആണ്.
ഇപ്പം ടോക്ക് ചെയ്യാൻ അത്രയും ഫ്രീ അല്ല. കാരണം ഒരുപാട് റിയൽ ക്യാരക്ടേഴ്സിനായിട്ട് ടോക്ക് ചെയ്യണമുണ്ടും സംസാരിക്കണമുണ്ട് തന്നെ. അങ്ങനെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പൊതുവെ എല്ലാവരോടായിട്ട് പറയാനായിട്ടോ അങ്ങനെ കൃത്യമായിട്ടൊന്നുമില്ല. വിശേഷങ്ങൾ പറയാൻ ഇത് കോളോ ഇതുമല്ലല്ലോ, പോഡ്കാസ്റ്റും അല്ലേ. ഏതായാലും മറ്റൊരു നോക്കാം, കുറച്ച് Q&A സെക്ഷനും കുറച്ച് കൊളാബറേഷൻ പോലെ, അല്ലെങ്കിൽ നോക്കാം, കുറേ പുതിയ സെക്ഷൻസൊക്കെ ആലോചിക്കുന്നുണ്ട്. അതേപോലെ പോഡ്കാസ്റ്റിൻ്റെ എക്സ്പാൻഡിങ് അതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയമെടുക്കും, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലായിരിക്കും എന്നറിയില്ല. പിന്നെ പതിവ് പറയുന്ന പോലെ തന്നെ നമ്മൾ Q&A സെക്ഷൻ ഇതിലും വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കും കണ്ടന്റുകൾ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചാണ് കേൾക്കേണ്ടത് നല്ലത്, എനിക്ക് അറിയണതും അല്ലെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്തിട്ടാണെങ്കിലും കഴിയുന്ന രൂപത്തിൽ സംസാരിക്കാം അതിനെക്കുറിച്ച്. പിന്നെ ഇന്നത്തെ സ്റ്റോറി എന്താണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സംസാര ശൈലി എന്താണെന്നോ ഒന്നും അറിയില്ല. ബിക്കോസ് ഇവിടെ ഐ വാസ് സോ ടയർഡ്നെസ് ഒരിക്കലും റീസണാണ് എമ്പതിയാണ് സിമ്പതിയാണ് എന്നല്ല. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ രാത്രി 12 മണി വരെ കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് അലറി വിളിച്ച് സൗണ്ട് പറഞ്ഞതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് എവരി വൺ ടു സ്ലീപ്പ് ഓൺ ദാറ്റ് ടൈം. ഇഫ് ഐ എം നോട്ട്, പക്ഷെ എല്ലാവർക്കും ഉറങ്ങണ്ടേ. നമ്മളെല്ലാവരും കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. എന്ത് കാര്യത്തിലാണെങ്കിലും അയാൾക്കും ഉണ്ടാവണ ബുദ്ധിമുട്ടുകളും അയാൾക്കുണ്ടാവണ ഹാപ്പിനെസ്സും ഏത് തന്നെ ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ. ഏതായാലും മറ്റൊരു കിഡ്ലം പോഡ്കാസ്റ്റുമായിട്ട് പുതിയ സെക്ഷൻസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഐ ആം സൈനിങ് ഓഫ്. ടാറ്റ.